കൈലാസ് മനസരോവരം ജന്മമുക്തി നൽകുന്ന ഒരു യാത്രയുടെ ഭാഗമായുള്ള ഈ പ്രത്യേകമായ അനുഭവം. അതിനായി 2025 ഓഗസ്റ്റ് മാസത്തിൽ കാഠ്മണ്ഡുവിൽ എത്തിയ ഞങ്ങൾ കൂടുതൽ ദിവസങ്ങൾ കാഠ്മണ്ഡുവിൽ ലഭിച്ചപ്പോൾ കാഠ്മണ്ഡു എന്ന മഹാദേശത്തെ അടുത്തറിയുക തന്നെയായിരുന്നു. ലോകത്തിലെ ഏക ഹിന്ദു രാഷ്ട്രമായ നേപ്പാളിന് എല്ലാ തരത്തിലും പ്രത്യേകതകളുണ്ട്. അവിടുത്തെ ഓരോ തടിയിൽ തീർത്ത മണ്ഡപങ്ങളിലും കാഠ്മണ്ഡു എന്നുള്ള പേര് കാഷ്ഠ മണ്ഡപ് എന്നുള്ള പേരിൽ നിന്ന് ഉണ്ടായിരിക്കുന്നതാണ്. തടിയിൽ തീർത്ത ധാരാളം മണ്ഡപങ്ങൾ. ഈ മണ്ഡപങ്ങൾക്കുള്ളിലെല്ലാം ഓരോരോ മൂർത്തികൾ, ഗണപതിയോ സുബ്രഹ്മണ്യനോ ശിവനോ മഹാദേവനോ മഹാവിഷ്ണുവോ ഒക്കെ ഇരിക്കുന്നത് കാണുമ്പോൾ, അതുപോലെ തന്നെ ഇവിടുത്തെ സമ്പ്രദായങ്ങൾ കുമാരി പൂജയിലൂടെ നിത്യവും അവർ ആ ഭഗവതി സാന്നിധ്യത്തെ ഉള്ളുണർത്തുമ്പോൾ ഒക്കെ നമ്മൾ ഈ നേപ്പാളിനെ ഓരോ ദിവസവും ഓരോ നിമിഷവും അത്ഭുതത്തോടു കൂടി നോക്കിക്കൊണ്ടേയിരിക്കും. ഹിന്ദുമതം മാത്രമല്ല, തുല്യമായ പ്രാധാന്യത്തോടുകൂടി ബുദ്ധമതവും ഇവിടെ ഒത്തുചേർന്നിട്ടുണ്ട്. അത് രണ്ടും തമ്മിൽ വേർതിരിച്ചറിയാനാകാത്ത രീതിയിൽ ഒത്തുചേർന്ന് പോയിട്ടുണ്ട്. ദർബാരി സ്ക്വയർ എന്നറിയപ്പെടുന്ന സ്ഥലത്തുകൂടി നടക്കുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാക്കാനാകുന്നത് അതാണ്. പലയിടത്തും ക്ഷേത്രങ്ങളുണ്ട്, അതുപോലെ തന്നെ ബുദ്ധമത ദൈവങ്ങളുടെ ആരാധനാ സമ്പ്രദായങ്ങളുമുണ്ട്. വാരാഹി ക്ഷേത്രവും താരാക്ഷേത്രവും ഒക്കെ നമുക്ക് അത്തരം പ്രാധാന്യത്തോടു കൂടി മനസ്സിലാക്കുവാനും സാധിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള നയപാല രാജധാനിയിലൂടെയുള്ള നമ്മുടെ സഞ്ചാരം അത് കഴിഞ്ഞ് ചെന്നെത്തി ഓരോ ദിവസവും ഓരോ ഇടത്തേക്ക് പോകാമെന്ന് തീരുമാനിക്കുമ്പോൾ ചന്ദ്രഗിരിയിലേക്ക് പോയത് ഒരു പ്രത്യേക അനുഭവമായിരുന്നു. ചന്ദ്രഗിരിയിലേക്ക് പോകുന്ന യാത്ര തന്നെ ഒരേ സമയം നമുക്കൊരു തീർത്ഥയാത്രയുമാണ്, അതേസമയം നമുക്കൊരു വിനോദയാത്രയുമാണ്. കാരണം നമ്മൾ എങ്ങനെയാണോ പൊഖാറയിലെ മനോകാമന ക്ഷേത്രത്തിൽ വലിയ റോപ്പ് വേകളിൽ പോകുന്നത്, വളരെയേറെ നീളമുള്ള റോപ്പ് വേ യാത്രകൾ നടത്തുന്നത്, അതുപോലെ തന്നെയാണ് ചന്ദ്രഗിരിയിലും. നമുക്ക് നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ നിന്ന് ഏതാണ്ട് ഒരു 3/4 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ യാത്ര ചെയ്യാനുണ്ട് ചന്ദ്രഗിരിയുടെ താഴ്വരയിലെത്താൻ. അവിടെ നിന്ന് പിന്നീട് റോപ്പ് വേ വഴി വളരെയേറെ ദൂരം മനോഹരമായ വഴികളിലൂടെ സഞ്ചരിച്ച് മനോഹരമായ കാടിനെ കണ്ടുകൊണ്ട്, ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ടെക്നോളജിയൊക്കെ ഇങ്ങനെ ഉയർന്നു വരുന്നത് നല്ലതാണ് എന്ന് ചിലപ്പോൾ തോന്നിപ്പോകുന്ന രീതിയിൽ. കാരണം അല്ലെങ്കിൽ ഒരിക്കലും ഒരു കാടിനെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റില്ലല്ലോ. കാടിലൂടെ നമ്മൾ ട്രക്ക് ചെയ്താലും കാടിനെ നമുക്ക് താഴെ നിന്നേ കാണാൻ പറ്റും. മുകൾ പരപ്പിൽ നിന്നുകൊണ്ട് കാട്, മലകൾ, പിന്നെ ഈ യാത്രകൾ, അതിൻ്റെ ഒരു സൗന്ദര്യവും സന്തോഷവും ഒക്കെ ഏറെ ആസ്വദിച്ചുകൊണ്ടാണ് ഒരാൾ ചന്ദ്രഗിരിയിലേക്ക് എത്തുക. ഞങ്ങൾ ചന്ദ്രഗിരിയിലേക്ക് എത്തുമ്പോഴേക്കും മഴ പെയ്യാൻ തുടങ്ങി. മഴ പെയ്തു തുടങ്ങിയപ്പോഴേക്കും ആ മഴ നനഞ്ഞുകൊണ്ടാണ് എല്ലാവരും പിന്നീട് ക്ഷേത്രത്തിൻ്റെ ഭൂമിയിലേക്ക് എത്തിയത്. അത് കഴിഞ്ഞപ്പോഴേക്കും കോടമഞ്ഞ് വീണ് കോടമഞ്ഞ് കൊണ്ട് ആകെ മൂടി നിൽക്കുന്ന രീതിയിലായിരുന്നു ആ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നത്. ചന്ദ്രഗിരിയിലെ ക്ഷേത്രവും പരിസര പ്രദേശങ്ങളും ഉണ്ടായിരുന്നത്. ചന്ദ്രഗിരി മലകളുടെ ഏറ്റവും മുകളറ്റത്ത് നിലകൊള്ളുന്നത് ഭാലേശ്വര മഹാദേവനാണ്. മഹാദേവ ശിവലിംഗ സ്വരൂപമാണ് അവിടെയുള്ളത്. അവിടെ ആ ശിവലിംഗത്തിൻ്റെ പ്രത്യേകതയുള്ളത് ഭാലേശ്വരൻ എന്ന് പറയുന്ന എല്ലാ വിധത്തിലുള്ള അനുഗ്രഹങ്ങളും നൽകുന്ന ഒരു മൂർത്തിയാണ് എന്നുള്ള ഒരു ചൈതന്യമാണുള്ളത്. എന്നാൽ അതിനോടൊപ്പം സതീദേവിയുടെ ശരീരഭാഗങ്ങൾ നെറ്റിത്തടം വന്ന് പതിച്ചത് അവിടെയാണെന്നാണ് പറയുക. അതുകൊണ്ട് ഭാലം വന്ന് വീണിടമായതുകൊണ്ടാണ് ഭാലേശ്വരൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. സതീദേവിയുടെ ഭാലം വീണിടത്ത് നിലകൊള്ളുന്ന മഹാദേവൻ ഭാലേശ്വരനായി മാറിയിരിക്കുന്നു. ഭാലേശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തിയവർക്കെല്ലാം പൂജാരി ഒരു രുദ്രാക്ഷമാണ് പ്രസാദമായിട്ട് നൽകിയത്. നമുക്ക് വ്യക്തമായി തന്നെ ആ ശിവലിംഗം കാണാം. അതിങ്ങനെ 4 വശവും തുറന്നു കിടക്കുന്നുണ്ട്. ആ ശിവലിംഗത്തിൽ ചിലപ്പോഴൊക്കെ ഇങ്ങനെ മഞ്ഞിനാൽ അഭിഷേകം ചെയ്യപ്പെടുന്ന പോലെ തോന്നും. 4 ദിക്കുകളിലായിട്ട് മൂർത്തികളെ വേറെയും പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുണ്ട്. അവിടെ ഹനുമാൻ ഇരിക്കുന്നത് പ്രത്യേക രീതിയിലുള്ള അലങ്കാരങ്ങളോടുകൂടി മണിനാദങ്ങൾ മുഴങ്ങുന്ന ചെറിയൊരു മറവിൻ്റെ താഴെയായിട്ട് ഹനുമാൻ്റെ ചെറിയ വിഗ്രഹങ്ങൾ കൂടി ഇരിക്കുന്നുണ്ട്. ആകെയും ഒരു ഭംഗിയാണ് അവിടെ നമുക്ക് തോന്നുക. കാഠ്മണ്ഡുവിൻ്റെ മനോഹരമായ ആ താഴ്വരയും ആ ഒരു ക്ഷേത്രവും അതുപോലെ തന്നെ ആ കാണുന്ന കുന്നുകളും ഒക്കെ ഈ രീതിയിൽ രൂപകൽപ്പന ചെയ്തത് പൃഥ്വിനാരായൺ ഷാ എന്ന രാജാവാണ്. അദ്ദേഹമാണ് കാഠ്മണ്ഡുവിൻ്റെ ഇത്തരത്തിലുള്ള എല്ലാ പ്രത്യേകതകളെയും കൂടുതലായി ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് വിചാരിക്കുകയും ചെയ്തു.
അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ശില്പം നമുക്കവിടെ കാണാം. പിന്നെ അല്ലാതെ ഈ ഒരു കോടമഞ്ഞും ഈ ഒരു സൗന്ദര്യവും ബാലേശ്വരൻ, പിന്നെ മാതാ തീർത്ഥം എന്നറിയപ്പെടുന്നൊരു ഉത്സവമുണ്ട് അവിടെ. അമ്മമാർ, എല്ലാ തരത്തിലുള്ള ജനനിമാർ, അതായത് ഹിന്ദു സങ്കല്പത്തിലുള്ള എല്ലാ ഭഗവതിമാരും ഒരുമിച്ച് വരുന്നൊരു ദിവസം. അവിടെ അത് ഒരു പ്രത്യേക ഉത്സവമാണ്. ആ ഉത്സവത്തെ മാതാ തീർത്ഥോത്സവം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അങ്ങനെയെല്ലാമുള്ള ചന്ദ്രഗിരിയുടെ മനോഹരമായ കാഴ്ചകൾ കാഠ്മണ്ഡുവിൽ വെച്ച് ഞങ്ങൾക്ക് കാണാനായി. (2025) എന്ന വർഷത്തെ കുറേ അധികം പേരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വർഷമാക്കിയ മഹാകൈലാസ യാത്ര. കുറേ അധികം പേർ കൈലാസികൾ എന്ന സ്ഥാനത്തെ അറിഞ്ഞ് അനുഭവിച്ച നിമിഷങ്ങൾ. ഈ യാത്രയുടെ ഭാഗമായി ഓഗസ്റ്റ് മാസം 2025 ഓഗസ്റ്റ് മാസം 4-ാം തീയതിയാണ് ഞങ്ങളുടെ സംഘം, മോചിദാസ് മോക്ഷയുടെ സംഘം 105 പേർ നേപ്പാളിലേക്ക് എത്തുന്നത്. 105 പേരിൽ 6 പേർ മോക്ഷയുടെ തന്നെ ടീം അംഗങ്ങളാണ്. ബാക്കിയുള്ളവരെല്ലാം അവിടേക്ക് എത്തുമ്പോൾ, ഈ എത്തിക്കഴിഞ്ഞ നിമിഷം മുതൽ നമ്മൾ പറഞ്ഞുവല്ലോ, വിസയുടെ അനുമതിയുമായി ബന്ധപ്പെട്ടുള്ള ആകാംക്ഷകളുണ്ട് മനസ്സിലെങ്കിലും നമ്മളെ ആ നയപാല രാജധാനി മുഴുവൻ നമ്മളെ വേണ്ട രീതിയിൽ സ്വീകരിക്കുകയും ആനന്ദിപ്പിക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു. എല്ലാ ദിവസങ്ങളിലും രാവിലെയും വൈകുന്നേരങ്ങളിലും പല ക്ഷേത്രങ്ങളിൽ പല ഗ്രൂപ്പുകളായിട്ടാണ് ഞങ്ങൾ തിരിഞ്ഞു പോയത്. എല്ലാവരും ഒരുമിച്ച് പോയത് പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളായിട്ടുള്ള ഈ പശുപതിനാഥിലും ചന്ദ്രഗിരിയിലും ഒക്കെയാണ് ഒരുമിച്ച് പോയത്. അല്ലെങ്കിൽ പല ഗ്രൂപ്പുകളായിട്ടാണ് എല്ലാ സ്ഥലങ്ങളിലേക്കും പോയത്. എന്ന് വെച്ചാൽ എല്ലാവർക്കും എല്ലാ അനുഭവങ്ങളും ലഭിക്കട്ടെ. ഇപ്പോൾ പലർക്കും പലതരത്തിലായിരിക്കുമല്ലോ താല്പര്യങ്ങൾ. അങ്ങനെയായിരുന്നു യാത്രകളൊക്കെ. കാഠ്മണ്ഡുവിലെത്തി. കാഠ്മണ്ഡുവിലെ ഒരു 4-ാമത്തെ ദിവസം, അതായത് ഓഗസ്റ്റ് മാസം 4-ാം തീയതിയാണ് ഞങ്ങൾ എത്തുന്നത്. ഞങ്ങളുടെ ഒരു തീരുമാനപ്രകാരം, ഞങ്ങൾക്ക് അറിയിച്ചിരുന്നത് പ്രകാരം 7-ാം തീയതിയാണ് നമ്മൾ കൈലാസയാത്ര ആരംഭിക്കേണ്ടത്. 4-ാം തീയതി വൈകുന്നേരത്തോടുകൂടി എല്ലാവരും അവിടെ എത്തുന്നു. 5-ാം തീയതി ഒന്ന് നേപ്പാൾ കാഴ്ചകൾ കാണുന്നു. 6-ാം തീയതി വിസയുടെ ബന്ധപ്പെട്ട ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. 7-ാം തീയതി പുറപ്പെടും. പക്ഷേ ഇവിടുന്ന് പുറപ്പെടുന്നതിന് ഒരു 20 ദിവസം മുന്നേ ഞങ്ങൾക്ക് അറിയാമായിരുന്നു 7-ാം തീയതി എന്നുള്ളത് സംഭവിക്കാൻ പോകുന്നില്ല. അതൊരു 10-ാം തീയതിയിലായിരിക്കും വിസയുടെ അനുമതി കിട്ടിയതിനിടയ്ക്ക് ശനിയും ഞായറും ഒക്കെ വന്നപ്പോൾ അത് വൈകും എന്ന് തോന്നി. അപ്പോൾ ഞങ്ങൾ ആ തിബറ്റ് ഇൻ്റർനാഷണൽ ഹോട്ടലിൽ തന്നെയായിരുന്നു ആ ദിവസങ്ങളെല്ലാം താമസിച്ചിരുന്നത്. കാഠ്മണ്ഡുവിലെ ഈ ദിവസങ്ങളിൽ കൈലാസത്തെ ഏറ്റവും കൂടുതൽ അറിയാനുള്ള ഒരു ശ്രമം നടത്തുമ്പോൾ, കൈലാസവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കാങ് റിംപോച്ചെ എന്ന് തിബറ്റൻ മതവിശ്വാസികൾ വിളിക്കുന്ന ആ വെളുത്ത സ്ഫടികമാകുന്ന കൈലാസത്തിൽ വസിക്കുന്ന മൂർത്തി ദംചോക്ക് എന്നറിയപ്പെടുന്ന മൂർത്തിയാണ്. ദംചോക്ക് എന്നറിയപ്പെടുന്ന മൂർത്തിയുടെ പ്രത്യേകതകൾ എന്താണെന്ന് ചോദിച്ചാൽ, മഹാദേവന് സമാനമായ രീതിയിൽ പുലിത്തോലുടുത്ത തൃശൂലം കയ്യിൽ പിടിച്ച മൂർത്തിയെ തന്നെയാണ് അവർ ദംചോക്ക് എന്ന് പറയുന്നത്. ദംചോക്കിനൊപ്പം ദോർജെ പാങ്മോ എന്ന ഭഗവതി കൂടി. ദോർജെ പാങ്മോയെ അവർ തന്നെ വിശേഷിപ്പിക്കുന്നത് വജ്രവാരാഹി എന്നാണ്. അപ്പോൾ ഇരുവരും ഒത്തുചേർന്നൊരു പ്രത്യേക രീതിയിൽ ഇഴചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് കൈലാസത്തിലുള്ളത് എന്നുള്ളതാണ് തിബറ്റൻ വിശ്വാസം. അപ്പോൾ നമ്മളുടെ വിസയുടെ അനുമതി വൈകുന്നതോടുകൂടി ഈ ദോർജെ പാങ്മോ എന്ന ഭഗവതിയെക്കുറിച്ചുള്ള ഒരു അന്വേഷണം അത് വജ്രവാരാഹിയിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്ന് എത്തിച്ചു.
വാരാഹിയാണ് യഥാർത്ഥത്തിൽ ഡോർജെ പാങ്മോ എന്നറിയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ വാരാഹിയെ ഉണർത്തുന്ന ഒരു പൂജയിലൂടെ അനുമതികളിലേക്ക് എത്താൻ സാധിക്കുമോ എന്നുള്ള ആ ഒരു ചിന്ത മനസ്സിൽ വരികയും മോക്ഷയുടെ 21 ദിവസത്തെ സാധനാ പരിശീലനം പൂർത്തീകരിച്ച എല്ലാവരും കൂടി ചേർന്ന് വജ്രവാരാഹി ക്ഷേത്രത്തിലേക്ക് പോകാൻ തീരുമാനിക്കുകയും ചെയ്തു. ബാക്കി എല്ലാവരും തന്നെ പല പല ഇടങ്ങളിലേക്ക് പല പല ക്ഷേത്രങ്ങൾ കാണാനുള്ള ഒരു യാത്രയായിരുന്നു. ഈ വജ്രവാരാഹിയിലേക്ക് പോകുന്നത് എപ്പോഴും ഗുപ്തമായ യാത്രകളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പൂജകൾ ഉപാസനകളിലൂടെ വാരാഹി മന്ത്രം ജപിക്കുന്ന അത്രയും പേർ ചേർന്ന് വജ്രവാരാഹിയിലേക്ക് ഒരു യാത്ര നടത്തി. വജ്രവാരാഹിയുടെ കാഴ്ചകൾ വിശേഷം തന്നെയായിരുന്നു എന്ന് എടുത്ത് പറയേണ്ടത് തന്നെയാണ്. കൈലാസയാത്രയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പോടുകൂടി കാഠ്മണ്ഡുവിലുള്ള ദിവസങ്ങളെ എത്രത്തോളം അർത്ഥവത്താക്കാമെന്നുള്ള ശ്രമത്തിലായിരുന്നു ഞങ്ങളെല്ലാവരും. അപ്പോഴാണ് നേപ്പാളിൻ്റേത് മാത്രമായ, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു നയപ്പാല രാജധാനിയിൽ മാത്രം കാണുവാനാകുന്ന ചില സമ്പ്രദായങ്ങൾ, ചില പൂജാ രീതികളെ അടുത്തറിയണമെന്ന് ആഗ്രഹം തോന്നിയത്. അതിലൊന്നാണ് വജ്രവാരാഹി ഉപാസന സമ്പ്രദായം. വാരാഹി എന്ന ദേവതയെ നമുക്കറിയാമെങ്കിലും വജ്രവാരാഹി എന്ന സങ്കല്പത്തിൽ പ്രതിഷ്ഠയുള്ളത് കുറവാണല്ലോ. കാഠ്മണ്ഡുവിന്റെ നഗരഹൃദയ ഭാഗത്ത് നിന്ന് ഏതാണ്ട് ഒരു 15 കിലോമീറ്ററിനും 17 കിലോമീറ്ററിനും ഇടയ്ക്ക് യാത്ര ചെയ്താൽ നമുക്ക് ചപ്പങ്കാവൻ എന്നറിയപ്പെടുന്ന ഒരു സ്ഥലത്ത് എത്താമെന്നും അവിടെ വജ്രവാരാഹിക്ക് സാന്നിധ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു യാത്രയിലാണ് പോകുന്നത്. ഈ യാത്ര നമുക്ക് സമ്മാനിക്കുന്ന അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ, നേപ്പാളിൽ കാഠ്മണ്ഡുവിൽ നമ്മൾ കാണുന്നത് തിരക്കും ഒക്കെയാണ് എങ്കിലും ആ തിരക്ക് ഗ്രാമങ്ങളിലേക്ക് ചെന്നാലും ആ തിരക്ക് മാറുന്നില്ല. തിരക്ക് അവിടെ തന്നെ ഉണ്ട് എങ്കിലും പഴയ രീതിയിലുള്ള കെട്ടിടങ്ങൾ, അതുപോലെ തന്നെ നേപ്പാളിന്റെ ഒരു നിർമ്മാണ രീതികളുടെ പ്രത്യേകതകൾ, ഇവിടുത്തെ ചരിത്രത്തെ സൂക്ഷിക്കുന്നതിൽ അവരുടെ ശ്രദ്ധ, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കുന്ന വഴികളിലൂടെയുള്ള ഒരു യാത്രയാണ് വജ്രവാരാഹിയിലേക്ക് നയിക്കുന്നത്. വജ്രവാരാഹിയെ തേടിയുള്ള യാത്രയിൽ നമ്മൾ എത്തുന്നത് ഒരു വനത്തിലേക്കാണ്. ഒരു വനം ഇവിടെ ഉണ്ടായിരുന്നു എന്നതിൻ്റെ സൂചനകൾ തീർച്ചയായിട്ടും ഈ വഴിത്താരകൾ നൽകുന്നുണ്ട്. ഈ വഴിക്കകത്തേക്ക് പ്രവേശിച്ചപ്പോൾ ആദ്യം ഓർമ്മ വന്ന പ്രദേശം ഏതാണെന്നറിയാമോ? നമ്മുടെ ഇരിങ്ങോൾക്കാവാണ്. ഇരിങ്ങോൾക്കാവിലെ പോലെയാണ് വനം. അവിടെയും ഭഗവതിയാണ്, ഇവിടെയും ഭഗവതിയാണ്. 2 രൂപങ്ങളിൽ 2 നാമങ്ങളിൽ എന്നേ ഉള്ളൂ. പക്ഷേ പ്രകൃതി, വനം, മരങ്ങൾ, അത് നൽകുന്ന നിഗൂഢത, ഇതൊക്കെ എപ്പോഴും നമ്മളെ മാതൃശക്തിയെക്കുറിച്ച് അല്ലെങ്കിൽ ഭഗവതിയെക്കുറിച്ചുള്ള ധാരണകൾ നമുക്ക് നൽകിക്കൊണ്ടേയിരിക്കും എന്നത് ഉറപ്പാണ്. അത്രയ്ക്ക് മനോഹരമാണ് ഇവിടുത്തെ ഓരോ വൃക്ഷവും, ഈ വനവും, വനം നൽകുന്ന വജ്രവാരാഹിയിലേക്കുള്ള ക്ഷണവും. വനത്തിലേക്ക് തന്നെ പല വഴികളാണ്. ഈ വഴികളിലൂടെ ഏതോ ഒന്നിലൂടെ എത്തിയാലാണ് നമ്മൾ വജ്രവാരാഹിക്കരികിലേക്ക് എത്തുക എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നടക്കുമ്പോൾ ഇങ്ങനൊരു വൃക്ഷം, ഇത് നമ്മുടെ കാവുകൾക്കുള്ളിൽ പണ്ടുണ്ടായിരുന്നു. അതായത് വലിയ ഭഗവതിയുടെ മുടിയാണ് എന്ന് വിശേഷിപ്പിക്കുന്ന രീതിയിലുള്ള പനങ്കുല, പ്രത്യേകതരം പനയാണിതോ, ലെറ്റി എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന തരത്തിലുള്ള പ്രത്യേകതരം പനയാണ്. നമ്മളുടെ നാട്ടിൽ ഭഗവതിയുടെ ഇരിപ്പിടമായിട്ട് കരുതുന്ന പ്രദേശമാണ്. അതുപോലെ ചില ഗ്രാമങ്ങളിൽ യക്ഷിയുടെ ഇരിപ്പിടമായിട്ടും കരുതാറുണ്ട്. ഏതായാലും വരാഹി എന്നത് ആ സ്ത്രീ ശക്തിയുടെ ഏറ്റവും ഉയർന്ന സൂചനയായി നിൽക്കുമ്പോൾ ഈ വഴികളിൽ ഒന്ന് നമ്മളെ വാരാഹിയിലേക്ക് എത്തിക്കും. അത് ഇങ്ങനെയുള്ള വഴി തന്നെയാവും. വജ്രവാരാഹിയുടെ ഇരിപ്പിടം, വജ്രയോഗിനിയാകുന്നത്, ഡാഗിനിയാകുന്നത് വജ്രവാരാഹി തന്നെയാണെന്ന തിരിച്ചറിവോടുകൂടി ഇവിടെ നിൽക്കുമ്പോൾ ഒരു കൈലാസയാത്രയ്ക്ക് മുഴുവൻ ഊർജവും ഇവിടെ നിലകൊള്ളുകയാണ്. നമ്മളിലെ തന്നെ ആ ഉള്ളിലെ ശക്തിയെ, നമ്മളിൽ നിറഞ്ഞു നിൽക്കുന്ന കുണ്ടലിനി ശക്തിയെ വീണ്ടും വീണ്ടും തിരഞ്ഞു നിന്ന് കണ്ടെടുത്തി തരുന്ന വാരാഹി അമ്മ ഇവിടെ വജ്രവാരാഹിയായി ഏറ്റവും ശക്തിഭാവത്തോടുകൂടി, ഇടിമിന്നലുകളുടെ ശക്തിയോടുകൂടി നിൽക്കുകയാണ്. ക്ഷേത്രത്തിന് നമുക്ക് നേപ്പാളിലെ സാധാരണ ക്ഷേത്രങ്ങളുടെ ലക്ഷണങ്ങൾ തന്നെയാണ് എങ്കിലും മുന്നിൽ തന്നെ വലിയൊരു കാളയെ കാണാം. കാള ശരിക്കും ഇവിടെ ചക്രസംവര എന്ന നാമത്തിലുള്ള മഹാദേവനെയാണ് പ്രതിനിധീകരിക്കുന്നത്. അതായത് വജ്രായന ബുദ്ധിസത്തിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ചക്രസംവര എന്നാൽ മഹാദേവൻ തന്നെയാണ്. ചക്രസംവര മഹാദേവനാകുമ്പോൾ ശ്രീപാർവതിയാകുന്നത് വജ്രവാരാഹിയാണ്. ആ വജ്രവാരാഹിയാണ് ഈ ക്ഷേത്രഭൂമിയിൽ ഇരട്ടത്തട്ടുകളുള്ള ക്ഷേത്രത്തിൽ നമ്മൾ അകത്തേക്ക് പ്രവേശിച്ചാൽ ഒരു സ്വയംഭൂവായ ശിലയാണ് കാണുന്നത്. ആ ശിലയാണ് വജ്രവാരാഹിയായി കരുതുന്നത്. വജ്രവാരാഹിക്ക് തൊട്ടരികിലായി, അതായത് വജ്രവാരാഹി ഇരിക്കുന്നതിന് വലതുഭാഗത്തായി ഇരിക്കുന്നത് മനോകാമന ദേവിയാണ് എങ്കിൽ ഇടതുഭാഗത്തിരിക്കുന്നത് ദക്ഷിണ കാളിയാണ്. അത് കഴിഞ്ഞ് വീണ്ടും വജ്രവാരാഹിയുടെയും മനോകാമന ദേവിയുടെയും വലതുവശത്തായിട്ടിരിക്കുന്നത് കുമാരി ദേവിയാണ്. അത് കഴിഞ്ഞാൽ പിന്നീട് ഇതുപോലെ ദക്ഷിണ കാളിക്ക് ഇടതുവശത്തായിരിക്കുന്നത് കാലഭൈരവനും.
അങ്ങനെ പല മൂർത്തികൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ക്ഷേത്രഭൂമിയാണിത്. ഇവിടെയെല്ലാം ഗുഹകളിൽ ഇരിക്കുന്നത് പോലുള്ള കല്ലുകൾ, നമുക്ക് സ്വയംഭൂ ശിലകൾ തന്നെയാണ് കാണാനാകുന്നത്. പക്ഷെ പിന്നീട് വിഗ്രഹങ്ങൾ ലോഹത്തിലും കല്ലിലുമായിട്ട് നിർമ്മിച്ചിട്ടുണ്ട്. ഇരട്ട തട്ടുകളോട് കൂടിയിട്ടുള്ള ശ്രീകോവിലിന് ശരിക്കും കേരളത്തിൻ്റെ മാതൃകയാണെന്ന് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. എന്നാൽ ഇതിലെ ഓരോ നിർമ്മാണ രീതികളും വ്യത്യസ്തമാണ്. ഇവിടെ നമുക്ക് കഴുക്കോലുകൾ, നമ്മുടെ ക്ഷേത്രങ്ങളിൽ കഴുക്കോലുകളിൽ ശില്പങ്ങൾ കാണുമല്ലോ, ഇവിടെയും അതുപോലെ കാണാം. അതിൽ നർത്തന ഗണപതി രൂപമുണ്ട്. അതുപോലെ തന്നെ ബുദ്ധൻ്റെ ഉപവാസ സമയത്ത് ഉപവാസം ചെയ്യുന്ന സമയത്ത് എല്ലും തോലുമായിരിക്കുന്ന ഒരു ഭാവത്തുള്ള ധ്യാനം ഉണ്ടല്ലോ, അതേ രൂപത്തിൽ തന്നെ താര തപസ്സിരിക്കുന്ന ഒരു ഭാവമുണ്ട്. ഇപ്പോൾ നൃത്തത്തിലുള്ള കാളീ സങ്കല്പങ്ങളും ഒക്കെയുള്ള നിരവധി മനോഹരങ്ങളായ ശില്പങ്ങൾ ആലേഖനം ചെയ്ത വജ്രവാരാഹി ക്ഷേത്രം ഈ ഒരു യാത്രയിൽ കാഠ്മണ്ഡുവിൽ നിന്ന് നമ്മൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ക്ഷേത്രം. പ്രത്യേകിച്ചും കൈലാസ യാത്രയിൽ നമ്മൾ പറഞ്ഞുവല്ലോ ഇങ്ങനെ ഒരു സങ്കല്പമുണ്ട് എന്ന് വജ്രവാരാഹിക്ക്. അങ്ങനെ നോക്കുമ്പോൾ വജ്രവാരാഹി നമുക്ക് ഒരു കൈലാസ യാത്രയ്ക്ക് വേണ്ടുന്ന സർവ്വവിധ ഊർജ്ജവും നൽകുന്നു. ടിബറ്റൻ ആദിമവിശ്വാസങ്ങൾ, ബുദ്ധമതവും ജൈനമതവും ഹിന്ദുമതവും ഇനി ഒരു കാലത്തും വേർതിരിച്ചെടുക്കാനാകാത്ത രീതിയിൽ ഒത്തുചേർന്ന് നിൽക്കുകയാണ് ഇവിടെ നമ്മൾ കാഠ്മണ്ഡുവിൽ എത്തിക്കഴിഞ്ഞു. കാഠ്മണ്ഡുവിലല്ല, നേപ്പാളിൻ്റെയും തിബറ്റിൻ്റെയും ഭൂട്ടാൻ്റെയും ഒക്കെ അവസ്ഥ ഏകദേശം അത് തന്നെയാണ്. വജ്രവാരാഹി സാന്നിധ്യമുള്ള ക്ഷേത്രത്തിന് നേരെ പുറകിൽ വന്നാൽ വനമാണെ നമ്മൾ വരുമ്പോഴേ കണ്ടുവല്ലോ. പക്ഷേ ഈ വനത്തിലാകെ ബുദ്ധൻ്റെ പ്രബോധോദയ ഉത്സവം ആഘോഷിച്ചിരിക്കുന്നത് കാണാം. നമ്മൾ എവിടെ നോക്കിയാലും അതിലെ ഒരു ബുദ്ധമതവുമായി ബന്ധപ്പെട്ട സ്വാധീനമുള്ളിടത്തെല്ലാം ഇങ്ങനെ 5 നിറമുള്ള കൊടികൾ കാണാനാകും. ഇത് ബുദ്ധന് വെളിപാടുണ്ടായപ്പോൾ ബുദ്ധൻ്റെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന നിറങ്ങളാണ്. ആ അരയാലിന് ചുവട്ടിൽ, മഹാബോധിക്ക് ചുവട്ടിലിരിക്കുമ്പോൾ ബുദ്ധനുണ്ടായ വെളിപാടിൽ ആ ശരീരത്തിൽ നിന്ന് പുറത്തു വന്ന ഓരോ നിറങ്ങളെയാണ് ഈ ഓരോ കൊടികളും പ്രതിനിധാനം ചെയ്യുന്നത്. അതിലാകട്ടെ ആലേഖനം ചെയ്തിരിക്കുന്നത് പ്രധാനമായും ബുദ്ധൻ്റെ ആദ്യ പ്രഭാഷണവുമാണ്. അത് കഴിഞ്ഞാൽ ഓം മണി പത്മേ ഹും എന്ന മന്ത്രങ്ങളും ഉണ്ടാവും. അപ്പോൾ ശരിക്കും ഒരു ബുദ്ധ മന്ത്രങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ആ പല വർണ്ണ പതാകകൾ, ഈ പഞ്ചവർണ്ണം എന്ന് പറയുന്നത് നമ്മുടെ തന്നെ വെളിപാടിൻ്റെ സൂചനയാണ്. ഒരാൾക്ക് അവനവനെ തന്നെ അറിയുവാൻ വെളിപാടുകൾ നൽകുന്ന വജ്രവാരാഹി ഇരിക്കുന്ന സ്ഥലത്ത് ബുദ്ധൻ്റെ പ്രബോധോദയത്തിൻ്റെ ആഘോഷങ്ങളുടെ കൊടികൾ കാണുന്നതും ഒരു ശരിയായ രീതിയിൽ പറഞ്ഞാൽ ഭക്തിയെ ഉണർത്തുന്ന കാഴ്ച തന്നെയാണ്. Moksha, Journey to the Self.